ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ വേറൊരു ലോകത്തേക്ക് വരുന്ന പോലെ കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഫുള്ള് ചുറ്റിനും പാറ കേട്ടോ. അതിൻ്റെ നടുക്കൂടെ ഒരു ക്യാമ്പ് ഉണ്ടാവും. ഞാൻ ഇവിടെ താഴെ ഇറങ്ങി കേട്ടോ. ഇവിടേക്ക് ഉണ്ടോ, ഇതൊക്കെ കടയൊരു കൊടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഫുൾ ഏരിയ കഴിയുന്നത്. അങ്ങനെ നമ്മൾ ചെന്നൈയിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരമായി കേട്ടോ. ഇനി ഏകദേശം 15 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മഹാബലിപുരം എത്തും. അതായത് ചെന്നൈയിൽ നിന്ന് കറക്റ്റ് 55 കിലോമീറ്റർ ആണ് ഈ ഒരു മഹാബലിപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളത്. പിന്നെ ഇവിടുന്ന് വരുന്ന റോഡുണ്ടല്ലോ, നല്ല ഏകദേശം 20-25 കിലോമീറ്ററോളം ദൂരം. നല്ല രസമുള്ള ഒരു റോഡാണ്, ഭയങ്കര സൈഡ്. പക്ഷെ അതിന് മുൻപൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. കട്ട ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 1.5 മണിക്കൂർ എടുത്തു. ആ ഒരു പ്രശ്നമല്ലാതെ ബാക്കി നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് ഒരു മഹാബലിപുരമാണ്. അവിടെയുള്ള കുറച്ച് വിഷ്വൽസൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം അവിടെ നമ്മൾ നേരെ തിരിച്ച് എറണാകുളത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. മഹാബലിപുരം അഥവാ കാഞ്ചീപുരം. കാഞ്ചീപുരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വിവാഹങ്ങൾക്കൊക്കെ നമ്മൾ കാഞ്ചീപുരം സാരികളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു നഗരത്തെ മാമല്ലപുരം എന്നും അറിയപ്പെടാറുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും വെറും 39 അടി മാത്രം ഉയർന്നാണ് ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത്. ഈ മാമല്ലപുരം മറ്റുള്ളവരിലേക്ക് എത്താനുള്ളൊരു മെയിനായിട്ടുള്ള കാരണം 2019 നമ്മുടെ മോദിജിയും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തായിരുന്നു. അതോടുകൂടിയാണ് ഇവിടെ കുറച്ചും കൂടി ഒന്ന് പ്രശസ്തമായത്. ഇവിടെയുള്ള ഒരു ഉരുളൻ കല്ലും അതൊക്കെ വളരെ പ്രശസ്തമാകാനുള്ള ഒരു കാരണവും അതുതന്നെയാണ്. ഈ ഒരു മഹാബലിപുരത്തേക്ക് ഞാൻ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് വളരെ യാദൃശ്ചികമായിരുന്നു. ചെന്നൈയിലുള്ള എൻ്റെ യാത്രയെല്ലാം കഴിഞ്ഞ് തിരികെ എറണാകുളത്തേക്ക് പോകാനുള്ള പ്ലാനുമായിട്ട് നിൽക്കുമ്പോഴാണ് മഹാബലിപുരം എന്ന് പറയുന്ന ഒരു നല്ല ടൗൺ ഉണ്ടെന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാമെന്നൊക്കെ അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മഹാബലിപുരത്തേക്ക് നേരെ എൻ്റെ വണ്ടി തിരിച്ചത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ടൗണും ഇവിടുത്തെ ആംബിയൻസും എല്ലാം കണ്ടപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിരാശയായിരുന്നു. കാരണം വളരെ ചെറിയൊരു ടൗണ്, ഒറ്റ കാഴ്ചയിൽ തന്നെ ഒന്നും കാണാനായിട്ടോ ഇല്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു എൻട്രൻസ് എല്ലാം കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് ശരിക്കും എന്നെ അതിശയപ്പെടുത്തിയെന്ന് തന്നെ പറയാം. കാരണം അത്രയും മനോഹരമായിട്ടുള്ള കൊത്തുപണികളും ഇത് കാണാതെ പോയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നഷ്ടമായി പോയേനെ. ഈ ഒരു കാഴ്ച നിങ്ങളിലേക്ക് പകർത്തുമ്പോൾ ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി എത്രയുണ്ടെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കില്ല. കാരണം ഇവിടെ നേരിട്ട് വരുമ്പോൾ അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെയുള്ള പല സ്ഥലങ്ങളും ശരിക്കും പറഞ്ഞാൽ എനിക്ക് മിസ് ചെയ്തു പോയി. കാരണം ഇത് വലിയൊരു ഏരിയ ആണ്. ഒരു മലയുടെ മുകളിൽ മൊത്തം നമ്മൾ നടന്ന് ഫുള്ള് കവർ ചെയ്ത് എത്തുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. പക്ഷേ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കവർ ചെയ്ത് എത്താനായിട്ടും സാധിക്കും. പിന്നെ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒന്നെങ്കിൽ ഒരു 3 മണിക്ക് ശേഷമായിട്ട് വരാം. അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് രാവിലെ തന്നെ വരികയാണ്. 9 മണിക്ക് തന്നെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഏകദേശം എല്ലാ കാഴ്ചകളെല്ലാം കണ്ട് വലിയ ക്ഷീണമില്ലാതെ തിരിച്ചു പോകാനായിട്ട് സാധിക്കും. ഇനിയൊരു നഗരത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ക്രിസ്തുവർഷം 7-ാം നൂറ്റാണ്ടിൽ തെക്കൻ ഭാരതത്തിന്റെ അതായത് പല്ലവ രാജവംശത്തിലെ രാജാക്കന്മാരാണ് ഇന്ന് തമിഴ്നാടിന്റെ തലസ്ഥാനമായിരുന്ന ചെന്നൈ നഗരത്തിനും ഏകദേശം 55 കിലോമീറ്റർ തെക്കുള്ള ഈ ഒരു നഗരം രൂപപ്പെടുത്തിയെടുത്തത്. പല്ലവ രാജാവായിരുന്ന മാമല്ലന്റെ പേരിലാണ് ഈ ഒരു സ്ഥലം അറിയപ്പെട്ടിരുന്നത്. ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങളൊക്കെ തന്നെ ക്രിസ്തുവർഷം 7-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ ഒരു മഹാബലിപുരം എന്ന് പറയുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒന്നാണ്. സ്മാരകങ്ങളുടെ ഭൂരിഭാഗവും പാറ തുറന്നൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലതും ഒറ്റ പാറയിലൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു സ്മാരകങ്ങളിലെല്ലാം തന്നെ ആദിമകാലത്തുള്ള ദ്രാവിഡ തച്ചുശാസ്ത്രത്തിന്റെ ഒരു സ്പർശനവും കാണാനായിട്ട് സാധിക്കും. ഇതിൽ ബുദ്ധമതത്തിന്റെ പല സംഗതികളും തന്നെ പ്രകടമാണ്. ഗുഹാക്ഷേത്രങ്ങളും ഒറ്റക്കൽ മണ്ഡപങ്ങളും ശില്പങ്ങളും ക്ഷേത്രങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു മഹാബലിപുരത്തെ സ്മാരകങ്ങൾ. പിന്നെ ഈ മഹാബലിപുരത്തെ മറ്റൊരു തരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് മഹാബലിപുരത്ത് പല്ലവ രാജ്യത്തെ ഒരു ശില്പകലാ വിദ്യാലയമാണെന്നും കരുതപ്പെടുന്നുണ്ട്. അതിനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പലതരത്തിലുള്ള പൂർണ്ണമായതും അതുപോലെ തന്നെ അപൂർണമായതുമായിട്ടുള്ള ഒരുപാട് ശൈലിയിലുള്ള ശില്പങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ശില്പകലാ വിദ്യാലയമാണോ എന്നുള്ള ഒരു സംശയവും ഉടലെടുക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഒരു ചരിത്രത്തേക്കാൾ കൂടുതലായിട്ട് ഇവിടെ കാണുവാനുള്ള ഒരുപാട് കാഴ്ചകളാണ് ഈ ഒരു മഹാബലിപുരം എന്ന് പറയുന്ന ഒരു നഗരം നമുക്ക് സമ്മാനിക്കുന്നത്. ഇവിടെയൊക്കെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മരങ്ങളും പാറകളൊക്കെ ആട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. ശരിക്കും ഇങ്ങോട്ട് കയറാൻ പോകട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ചാർജ് ഉണ്ട് കേട്ടോ. ഇതേ 40 രൂപയാണ് കേട്ടോ. പിന്നെ ഫോറിനേഴ്സൊക്കെ ആണെങ്കിൽ 600 രൂപയാണ് ചാർജ് വരുന്നത്. ഓ രക്ഷയില്ല കേട്ടോ. അടിപൊളി സ്ഥലം കേട്ടോ. ഇത് കണ്ടോ, ഒരു പാറ നിൽക്കുന്ന കണ്ടോ. ഇത് എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഒരു മകന് അമ്മയോടുള്ള സ്നേഹമാണ് ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. കാരണം അമ്മ മേലേന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും വീഴുമോ എന്നുള്ള ഭയത്താൽ ആ മോൻ തന്നെ വീണ് എന്നിട്ടാണെങ്കിലും ആ ഒരു അമ്മയെ രക്ഷിക്കാന്നുള്ളൊരു മെൻറ്റാലിറ്റി, അതാണ് ശരിക്കും ഒരു അമ്മയും മകനുമായിട്ടുള്ള ഏറ്റവും വലിയ ആത്മബന്ധം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു വലിയൊരു പാറ ഇവിടെ അത് എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അതിശയം തോന്നും. അത്രയും വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു പ്രദേശമൊക്കെ ശരിക്കും ഉള്ളത്. ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഒരുപാട്
ഒരുപാട് ഇങ്ങനെ പാറകളുടെ ഒരു കൂട്ടമുണ്ട് കേട്ടോ. ഇത് ഉരുണ്ടിരിക്കുന്ന കേട്ടോ. ഇതൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. അവിടെ നമ്മൾ കണ്ടില്ല ഒരു വലുത്, അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അതിശയമാണ്. ചെറിയൊരു പോയിന്റിലാണ് അത് നിൽക്കുന്നത് ശരിക്കും. പിന്നെ ഇവിടേക്ക് നടക്കുമ്പോണ്ടല്ലോ കുറേ ഉണ്ട് കേട്ടോ, സ്ഥലമുണ്ട്. ഞാൻ വിചാരിച്ചത് കുറച്ച് ഏരിയ എന്നാണ് വിചാരിച്ചത്, പക്ഷേ അതല്ല, ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. കണ്ടോ ഇവിടെ ഇങ്ങനെ എനിക്കൊന്ന് 100 ഏക്കർ സ്ഥലമുണ്ട്. ഇതിങ്ങനെ കുറച്ച് നടക്കാനുണ്ട് കണ്ടോ. പക്ഷേ നമുക്ക് നടക്കാൻ ഒരു ആയാസമില്ല കേട്ടോ. നല്ല വെയിലാണെങ്കിൽ പോലും ഒട്ടും ചൂടൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കണ്ടോ ഇവിടെ ഓരോ സ്ഥലങ്ങളിങ്ങനെ കൊത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്കൊന്നും ഇതുകൊണ്ട് പണ്ടത്തെ എങ്ങാണ്ട് ഒരു ചെയർ പോലെയൊക്കെ ചെയ്താന്ന് തോന്നുന്നു. കണ്ടോ പിന്നെ ഇതേ ഇതിന് ഏറ്റവും മുകളിലേക്ക് കയറിയുണ്ടല്ലോ, ഈ ഒരു ഏരിയ മൊത്തം കാണാം കേട്ടോ. ഇതേ ഇഷ്ടംപോലെ സ്ഥലങ്ങളിങ്ങനെ കാണാം നേരെ ദൂരമായിട്ട്. പിന്നെ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് എത്ര ക്ലിയറായി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ്. ഇനി ഇതാ നമ്മളിതാ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പോകാം കേട്ടോ. ഇത് കണ്ടോ ഇവിടെയൊക്കെ സ്റ്റെപ്പ് പോലെ ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ഇത് കണ്ടോ ഇവിടെ ഒരു കുളം കേട്ടോ. കണ്ടോ ഇതിലിങ്ങനെ വെള്ളമുണ്ട്. ഇതിങ്ങനെ കണ്ടോ. അയ്യോ ഇതെനിക്കൊന്ന് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ അറിയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ആഴം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ കരക്രമണം ഉണ്ടായതല്ല, ഇതിവരിങ്ങനെ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഒരു കുളം പോലെ കണ്ടോ. ഇതുപോലെ നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കല്ല് പാകിയിരിക്കുകയാണ് ഇതിലേക്ക് കണ്ടോ. ഇതിലിങ്ങനെ നടന്നു പോകാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ വന്ന ആ ഒരു സൈഡിലേക്കാണ് തോന്നുന്നു വന്നത്. അല്ല എനിക്ക് ഇങ്ങടേക്ക് വേറെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഇത് കണ്ടോ ഇതൊക്കെ കണ്ടോ. ഇതൊക്കെ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളാണ് കേട്ടോ. കൊത്തി നല്ല മനോഹരമായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ പോകേണ്ടത് അതിൻ്റെ മേലേക്ക് പോകണം കേട്ടോ. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. പിന്നെ അതുകൂടാതെ കണ്ടോ ഒരുപാട് കല്ലുകളൊക്കെ അടുക്കി വെച്ചിട്ടുള്ള സംഭവമുണ്ട്. അതുകൂടെ ഒന്ന് പോയി നോക്കാം. ഇനിയാണ് കേട്ടോ ശരിക്കും കാഴ്ച കാണാൻ പോകുന്നത്. ഇത് കണ്ടോ അമ്പോ എന്താ ഭംഗിയെന്നറിയോ. ഇത് ഒരു രക്ഷയില്ലാട്ടോ. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് വരണം കേട്ടോ. കണ്ടോ ഇതുപോലെ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കണ്ടോ. ഇതിങ്ങനെ കയറി വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ വേറൊരു ലോകത്തേക്ക് വരുന്ന പോലെ കേട്ടോ. അയ്യോ ഇതൊക്കെ ശരിക്കും ഉണ്ടല്ലോ ഞങ്ങൾ ചെന്നൈയിൽ നേരെ തിരിച്ചു പോകുന്ന ഒരു പ്ലാനായിരുന്നേ. പക്ഷേ ഉണ്ടല്ലോ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഒരു മഹാബലിപുരം വന്നതുകൊണ്ട് ഈ ഒരു വലിയൊരു കാഴ്ച കാണാൻ പറ്റി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കണ്ടോ. ഇതിൻ്റെ ഉള്ളോട്ടേക്ക് കയറാൻ പറ്റും. പിന്നെ അങ്ങനെ വലിയ സെക്യൂരിറ്റിയുടെ വലിയ ഇഷ്യൂസൊന്നും ഇല്ല. അവർ നമ്മൾ ഇതിൻ്റെ ഉള്ളോട്ട് കയറി പോകുമ്പോൾ നമ്മുടെ ബാക്കിൽ വരുമോ അവിടെ കയറരുത് ഇവിടെ കയറരുതെന്ന് പറയുമൊന്നുമില്ല കേട്ടോ. അയ്യോ ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളോട്ട് കയറി നമുക്ക് ഇങ്ങനെ നിന്നിട്ട് അവർ കൂടെ ഒരാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇത് കണ്ടോ ഇവിടെ എന്തോ കൊത്തുപണിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പോയി. അതെനിക്ക് തോന്നുന്നു എന്തോ പൊട്ടിച്ച് കളഞ്ഞ പോലെ തോന്നുന്നത്. പിന്നെ കണ്ടോ ഇതുണ്ട്, ഇത് മേലെ അതുകൊണ്ടോ ചെറിയ ഒരു ചിലയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലതും കളഞ്ഞു. നമുക്കിതാ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകാൻ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇതെന്തിനാണ് അവർ ചെയ്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ വരെ നമുക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കണ്ടോ ഇതിൻ്റെ ഒരു മണ്ഡപത്തിൻ്റെ ഒരു ഇതൊക്കെ കല്ലൊക്കെയാണ് കാണുന്നത്. പിന്നെ അതുപോലെ കണ്ടോ ഇത് മാക്സിമം നമുക്ക് ഇവിടെ വരെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മളിത്ര സ്റ്റെപ്പ് കയറി കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങാം. ഇതിൻ്റെ മുകളിലേക്ക് പോകുക കേട്ടോ. കാണുന്നില്ലേ അവിടെ കല്ലുകൊണ്ട് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോകാം. അതിൽ നമ്മൾ പോകുന്നത് ഈ ഒരു വഴിയാണ് കേട്ടോ. പിന്നെ കണ്ടോ ഇതുവഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. ഈ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോയി നോക്കാം കേട്ടോ. ഇതിൽ പ്രായവർക്കൊന്നും കയറാൻ പറ്റില്ല. ഇതുവഴി ഇങ്ങനെ മേലോട്ട് കയറിപ്പോം. അതല്ലെങ്കിൽ നമ്മൾ ചുറ്റി വരണം കേട്ടോ. ഇതുണ്ട് ഇതൊരു ഷോർട്ട് കട്ട് പോലെ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ കാലൊക്കെ തെന്നി താഴെ വീണ് കഴിഞ്ഞാണ്ടല്ലോ ചിലപ്പം കൈയും കാലോടിയും. അതുകൊണ്ട് വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ഇതാണ് കാണാൻ പോകുന്നത്. ഇത് കണ്ടോ വലിയ കല്ലുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക കേട്ടോ. ശരിക്കും കിടക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ച് വളരെ ഈസിയാണ്. പക്ഷേ ഉണ്ടല്ലോ കുറച്ചിങ്ങനെ നടക്കാനുണ്ടേ. പിന്നെ അതുപോലെ തന്നെ നല്ല കയറ്റം കയറണം. ഇനി വേറെ കൂട്ടം കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. ഇത് കണ്ടോ ഇതുപോലെ. ഇനി നിങ്ങൾക്ക് ഞാൻ വേറെ കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ
ഈ കാണുന്നുണ്ടോ, ഇനി വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ പോകാൻ പറ്റും കേട്ടോ. ഇത് വേറൊരു അപ്പുറത്തെ മലയുടെ മുകളിലേക്ക് കയറാനുള്ള ഒരു റൂട്ടാണ് കേട്ടോ. അതിൻ്റെ മേലെ കണ്ടൊരു അമ്പലം കണ്ടോ. ഞാനിതാ ഈ ഒരു വഴിക്ക് പോകാം കേട്ടോ. ഇതിലേ നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് ഉണ്ടോ, ഇത് കുറച്ച് പാടാ. കാരണം വെച്ചാൽ നമ്മൾ കാലിന് നല്ല ബലം കൊടുത്ത് വേണം ഇറങ്ങാൻ. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ വളരെ സിമ്പിളായിരിക്കും കേട്ടോ. പക്ഷേ ഇത് കുറച്ച് പാടുണ്ട്. പക്ഷേ എനിക്ക് ഇറങ്ങി തിരിഞ്ഞ് പോകുന്നതിനെക്കാട്ടും നല്ലത് എനിക്കൊന്ന് ഈ ഒരു വഴി പോകുന്നതായിരിക്കും തോന്നുന്നു. പക്ഷേ ഇല്ല, വഴിയില്ല കേട്ടോ അവിടെ. ഇനി അപ്പം നമ്മൾ നേരെ തിരിച്ച് വന്ന വഴിയൊക്കെ തിരിച്ചു പോകണം. ഇത് കണ്ടോ. ഇനി ഇവിടെ വരുന്നവർ താഴെ മാത്രം വന്നിട്ട് പോകരുത് കേട്ടോ. മുകളിലേക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കണ്ടോ. ഇതുപോലെ നമുക്ക് നടന്നു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. പക്ഷേ നമുക്കുണ്ടല്ലോ, ഇത് എത്ര കണ്ടാലും മതിയാവാത്ത തരത്തിലുള്ളൊരു സ്ഥലങ്ങളാണ് കേട്ടോ. അയ്യോ എന്ത് രസമാണെന്ന് അറിയാം. അപ്പോൾ ഞാനിത് നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് വെള്ളം കുടിക്കാൻ താഴ്ചേ. പക്ഷേ ഉണ്ടല്ലോ, വെള്ളം മേടിക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ഗൂഗിൾ പേ ഇല്ല, പൈസയേ ഉള്ളൂ. അപ്പോൾ പൈസ കയ്യിലില്ലാത്തതുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ചേട്ടൻ കരിക്ക് തരുമെന്ന് അറിയില്ല. ചോദിച്ചു നോക്കാമായിരുന്നല്ലോ വെറുതെ ഒന്ന്. പക്ഷേ മോശമല്ലേ, എന്തെങ്കിലും കൊടുക്കാൻ പൈസ ഇല്ലാതെ ഇത്രയും മേലെ വന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ. എന്തായാലും പോട്ടെ. അപ്പോൾ ഇനി തിരിച്ച് കുറച്ച് ദൂരം നടന്നാൽ മതി. പക്ഷേ നമ്മൾ ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് ഒരുപാട് ഏരിയ. ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോൾ വിചാരിച്ചേ ഇവരെന്തിനാ ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് വിചാരിച്ചു. ഇവിടെ എന്ത് കച്ചവടം നടത്താമെന്നൊക്കെ വിചാരിച്ചേ. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ മുകളിലേക്ക് കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും കയറി അങ്ങ് എത്തുന്നവരൊരു കുഴപ്പമില്ല കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ക്ഷീണം വരും. വേർത്ത് കുളിക്കും നമ്മൾ. അപ്പോൾ ഇവിടെ വരുമ്പോണ്ടല്ലോ കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കര, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവിടെ നേരെ നമ്മൾ വന്ന വഴിയല്ല, വേറെ വഴിക്കാണ് പോകുന്നത്. ഞാനിവിടെ താഴെ ഇറങ്ങി കേട്ടോ. ഇവിടേക്ക് ഉണ്ടോ, ഇതൊക്കെ ഉണ്ടോ, ഈ ഒരു പാറയെ കണ്ടോ കട്ടി വെച്ചിരിക്കുന്നുണ്ടോ. പണ്ട് കാലത്തൊക്കെ ചെയ്തതാണ് കേട്ടോ. അത് ഇപ്പോൾ അടുത്തൊന്നും ചെയ്തതല്ല. പിന്നെ കണ്ടോ, ഇവിടെ പൂജയൊക്കെ നടക്കുന്ന ഒരു ചെറിയൊരു ടെമ്പിളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇവിടെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടതാണേ. ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം നമുക്ക്. ഇതുണ്ടോ, ഇതിലൂടെയും കയറി പോവാം. പക്ഷെ ഇവിടെ നിന്ന് ആരും നമ്മളോട് അതിൽ പോരുതില്ലേ പോരൊന്നും പറയുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഫുള്ളും ചുറ്റിനും പാറ കേട്ടോ. അതിൻ്റെ നടുക്കൂടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അയ്യോ, ഇത് ഞാൻ നേരത്തെ വരുമ്പോൾ കണ്ടായിരുന്നേ. അവിടെ നിന്ന് അവിടെ പട്ടിയിരിപ്പുണ്ട്. ഇവിടെ എന്തൊക്കെയോ കുപ്പികളെ കിടപ്പുണ്ട്. ഇവിടെ അത്ര നല്ല സ്ഥലമെല്ലാം തോന്നുന്നു. ഒരു ഗ്യാപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ കുപ്പികളും ഗ്ലാസ്സുകളൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വന്ന് തിരിച്ചു പോവാം. ഇത് വേറെ സൈഡാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഇതുപോലെ കല്ലുകളിൽ കുത്തിയെടുത്തിട്ടുള്ള ഇതൊക്കെ പാറ കേട്ടോ. ഇത് പാറയിലാണ് കുത്തിയെടുത്തിരിക്കുന്നത് കണ്ടോ. എന്നിട്ട് ഇതൊക്കെ പക്ഷേ എനിക്കൊന്ന് പണ്ട് ഇവിടെയൊക്കെ പൂജ നടന്നിരുന്ന സ്ഥലമായിരിക്കാം. ഇപ്പോൾ അതൊക്കെ നിർത്തിയതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് നമ്മൾ പ്രധാനമന്ത്രിയൊക്കെ വന്നിട്ട് പോയതാണ് കേട്ടോ. അപ്പോഴാണ് ശരിക്കും ഈ മഹാബലിപുരം എന്ന് പറയുന്ന സ്ഥലം കുറച്ചും കൂടെ മറ്റുള്ളവരെ അറിയാൻ തുടങ്ങിയത് കണ്ടോ. നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറി നോക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ ഇവിടെയും കൂടെ കഴിയുമ്പോൾ ഏകദേശം കഴിഞ്ഞു എന്നാട്ടോ തോന്നേ. ഞാൻ കുറേ നേരമായിട്ട് അങ്ങനെ വിചാരിക്കുക ഇപ്പോൾ കഴിയുമെന്ന്. പക്ഷേ ഇതൊന്നും കഴിയുന്നൊന്നും കാര്യമൊന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലേക്ക് കയറി നല്ല കാറ്റ് വരുന്നുണ്ട് കണ്ടോ. അമ്മേ, ഏകദേശം തീരുമാനമായി. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെയുണ്ട് കേട്ടോ കാണാൻ. ഇത് കഴിഞ്ഞിട്ടില്ല, അത് ആ സൈഡിലേക്ക് കാണാനുണ്ട് കണ്ടോ. പിന്നെ ഒന്ന് തിരിച്ചു പോകാം അവിടേക്ക്. അപ്പോൾ അതിന് മുമ്പായിട്ട് കണ്ടോ, ഈ ഒരു പാറയുടെ ഈ സൈഡിൽ കൂടി കയറാം കേട്ടോ. ഇവിടെ എന്തോ സംഭവമുണ്ട്. ഇത് കണ്ടോ. ഇനി നമ്മളിവിടെയും കൂടെ പോകണം കണ്ടോ. ഇവിടെയും കൂടെ പോയാലേ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ സ്ഥലത്ത് വരുമ്പോൾ എന്തായാലും ഒരു എന്താ പറയുക, ഒരു സ്ഥലത്തിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ എന്തായാലും എടുക്കണം എന്നുള്ള നിർബന്ധമാണ്. കുറച്ച് നടന്നു കേട്ടോ. പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ വലിയ പാടൊന്നും ഇല്ലയെന്ന് വിചാരിച്ചെങ്കിൽ പോലും ഇത് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട്. ഏകദേശം പാറയായതുകൊണ്ട് തന്നെ പിന്നെ ആദ്യമൊന്നും ചൂട് വലിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. പക്ഷേ ഇപ്പം നല്ല ചൂട് തോന്നുന്നുണ്ട്. നടന്ന് ക്ഷീണിച്ചു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഫുൾ ഏരിയ കഴിയുന്നതാണ് വിചാരിക്കുന്നത് കണ്ടോ. കരിക്ക് വിൽക്കാൻ വന്ന ചേട്ടൻ പോലും ഉറങ്ങിപ്പോയി. ഇവിടെ അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഒരുപാട് എന്താ പറയുക, ഇങ്ങനെ ക്ഷീണിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഈ വെയിലുണ്ട്. എവിടെയും സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ കണ്ടോ. ഇത് കണ്ടോ,
അതിൻ്റെ മേലെ കൂടി കാട് നടക്കണുണ്ടോ? ഇതെന്താന്ന് നോക്കണേ, ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. പക്ഷെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ ഒരു വലിയൊരു ഭരണി പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ വെള്ളം പിടിച്ച് വെക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നു തോന്നുന്നു കേട്ടോ. അതിന് നിങ്ങൾക്ക് വേറെ കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, ആടുകളെ കണ്ടോ ഇതിൻ്റെ മേലെ കയറി കേട്ടോ. ഇതിൻ്റെ മേലെ നിന്നിട്ട് അവർ കണ്ടോ നടക്കണ കണ്ടോ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനൊരു കാര്യമുണ്ടേ. ഇവിടെ ഞാൻ ഒരുപാട് അടുത്തോട്ട് പോകുന്നില്ല, നമുക്കറിയില്ല, ഓരോരുത്തരുടെ വിശ്വാസമാണല്ലോ. അപ്പോൾ അതറിയാത്തതുകൊണ്ട് ഇവിടെ ഒരു ശിവലിംഗം ഉണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ ഇത് ശിവൻ്റെയൊക്കെ ഒരു ആരാധന ചെയ്യുന്ന സ്ഥലം തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ. പിന്നെയുണ്ടല്ലോ, ഇവിടെയൊക്കെ എല്ലാ മതസ്ഥർക്കും വരാം കേട്ടോ. അങ്ങനെ ജാതി മതമൊന്നുമില്ല. ചില നമുക്ക് ഒരുപാട് കാഴ്ചകളെ കാണാനുണ്ട്. ഫോറിനേഴ്സ് കണ്ടോ വരുന്നുണ്ടോ. അങ്ങനെ ഒരു വലിയ ജാതി മതമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. പിന്നെ കണ്ടോ, ഇതൊക്കെ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ നമ്മുടെ രാജ്യത്ത്. നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ ആണെങ്കിലും അധികം വലിയ ദൂരം ഇല്ലാത്തൊരു സ്ഥലമൊക്കെ. മറ്റേ നമുക്ക് ഒരുപാട് വേറെ രാജ്യങ്ങളിലേക്ക് പോയി കാണുന്നതിനെക്കാട്ടും ഇതുണ്ടോ, ഇതുപോലെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കാണാനായിട്ട് പറ്റും. കണ്ടോ, ഈ ആട് കണ്ടോ, ഇതിലേ ഇങ്ങനെ ഇറങ്ങാൻ നോക്കുക കേട്ടോ. ഈ കുളമ്പുള്ളതുകൊണ്ട് ഇതിനിങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ നടക്കാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ, ദൈവമേ, അത് പോകുന്ന കണ്ടോ. അതിനൊരു പ്രശ്നമുള്ള കേസല്ല കണ്ടോ. ദൈവമേ, നന്നായിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുളമ്പുള്ളതായതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ വരുന്നത്. അങ്ങനെ നമ്മളത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നേരെ കേരളത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ യാത്രയെല്ലാം കഴിഞ്ഞു. അതെ, ഇത് നല്ല രസമുള്ള സ്ഥലമായിരുന്നു. പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ഇവിടെ ഇഷ്ടംപോലെ നല്ല ഏരിയ ഉണ്ട് കേട്ടോ. കളിക്കാനൊക്കെ ആണെങ്കിലും നല്ല ഏരിയ ഉണ്ട്. ആ പയ്യനുണ്ടല്ലോ, ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും ആ പയ്യൻ മെല്ലെ കല്ല് ബാക്കിലേക്ക് വെച്ചിട്ട് തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ഈ ഒരു പയ്യൻ ആ ഒരു കല്ലുകൊണ്ട് ആ ഒരു പുളി എറിഞ്ഞ് വീഴ്ത്തിക്കുന്ന വിചാരിച്ചത്. പക്ഷേ അത് ഇല്ല, പുള്ളി അത് എറിഞ്ഞില്ല. എന്നെ കാണുന്നത് എന്താ മാറ്റി കളഞ്ഞു കേട്ടോ. ചിലപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഒന്നും സമ്മതിക്കില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ദാഹിച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ ലൈവായിട്ട് നമ്മുടെ മാൻ പവർ കൊണ്ട് ഉള്ളൊരു മിക്സിയാണ് കേട്ടോ. അതാ ഓറഞ്ച് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, മഹാബലിപുരത്ത് വരുമ്പോഴത്തേക്കും ഇതുപോലുള്ള ഷോപ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഇഷ്ടം ബാഗ് ഉണ്ട്. ബാഗിനൊക്കെ 250 ഒക്കെ അവർ റേറ്റ് പറയുന്നത്. ചിലപ്പോൾ അതിനെക്കാട്ടൊക്കെ കുറച്ച് കിട്ടുമായിരിക്കും. പിന്നെ ഇവിടെ എന്താ പരിപാടി, ഇത് കണ്ടോ. അതെ, ഇതെന്താ ചെയ്യുന്നത്? കല്ലിലുണ്ടാക്കുന്നത് കേട്ടത്. കല്ലിലിങ്ങനെ ചെത്തി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഉണ്ടോ.